കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം. സുഖകരമായ വിശ്രമത്തിന് AC ആൻഡ് നോൺ AC റൂം. ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ AC ഫാമിലി റെസ്റ്റോറന്റ്. മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ്, ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായ രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു. മാരേജ് റിസപ്ഷൻ, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് AC കോൺഫറൻസ് ഹാൾ, ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931 275 261 274 361 9496 401 160. റബ്ബർ ടാപ്പിംഗിനായി പോവുകയായിരുന്ന തൊഴിലാളി കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം സ്വദേശി കൂരി അബ്ബാസ് ആണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂലേപ്പാടം 150-ലുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു അബ്ബാസ്. മൂലേപ്പാടം ഭാഗത്തെത്തിയപ്പോൾ റോഡിൽ നിൽക്കുകയായിരുന്ന കാട്ടാനയുടെ മുൻപിൽപ്പെട്ടു. ബൈക്ക് നിർത്തി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും കാട്ടാന പിന്നാലെ എത്തി. ഇതിനിടെ റോഡിൽ വീണ അബ്ബാസിനെ ചവിട്ടാനായി ആന കാലുയർത്തിയെങ്കിലും പിന്നീട് പിന്തിരിയുകയായിരുന്നു. ആനയുടെ ചവിട്ടേറ്റ് താൻ മരിച്ചെന്ന് കരുതിയ നിമിഷങ്ങളായിരുന്നു അതെന്ന് അബ്ബാസ് പറഞ്ഞു. ആദ്യത്തെ ആന പിന്തിരിഞ്ഞു പോയപ്പോഴാണ് രണ്ടാമത്തെ ആന പിന്നിൽ നിൽക്കുന്നത് കണ്ടത്. ഈ ആനയും ആദ്യത്തെ ആന പോയ വഴിക്ക് പോയതോടെയാണ് അബ്ബാസിന് ജീവൻ തിരികെ കിട്ടിയത്. ഞാൻ വെട്ടാൻ വേണ്ടി രാവിലെ പോയപ്പോൾ 4 മണിക്ക് അവിടെ ഒരു വളവുണ്ട്. വളവ് ചെന്ന് തിരിഞ്ഞപ്പോൾ വണ്ടി ആൻ്റെ തൊട്ടില്ലെന്ന് എടുത്തപ്പോൾ വണ്ടി അവിടെ ഇട്ട് ഓടിയിക്കിന് 4 അടി ഓടി അവിടെ വീണ് അവിടുന്ന് ഞാൻ ആന എൻ്റെ വൈക്കാലെ കൂടി എന്നെ ചവിട്ടേണ്ടിയിരുന്നു. അവിടുന്ന് ഞാൻ റോട്ടിൽ കൂടെ നീന്തി അങ്ങനെ രക്ഷപ്പെട്ടു. അതിൽ ആ ആന തിരിഞ്ഞിട്ട് അങ്ങനെ പോകും, അങ്ങോട്ട് പോയക്കാട് പോയി. അതിൽ ബാക്കിൽ വരുന്ന ആന അതിൻ്റെ വൈക്കാലെ അങ്ങനെ ആ പോളുണ്ടെങ്കിൽ ആ ഓടിപ്പോയി. വീഴ്ചയിൽ കാൽമുട്ടിനും വിരലിനും തുടകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അബ്ബാസിന് ചികിത്സാ സഹായം നൽകുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. നിരവധി തൊഴിലാളികൾ കടന്നു പോകുന്ന ഇടിവണ്ണ മൂലേപ്പാടം റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടാനകൾ തമ്പടിക്കുന്നത് ഈ മേഖലയിലെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027.